എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ക്വിസ് മീഡിയ യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്കായി ഒരു ചാന്ദ്രദിന ഓൺലൈൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജനസംഖ്യാ ദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 11. 2024 ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന്? ഉത്തരം 1990 ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ KC സക്കറിയ. ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജോൺ ഗ്രാന്റ്. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഉത്തരം ഡെമോഗ്രാഫി. ഇന്ത്യൻ സെൻസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു. ലോക ജനസംഖ്യ 500 കോടി തികച്ച കുട്ടിയുടെ പേര്? ഉത്തരം ക്രൊയേഷ്യയിൽ ജനിച്ച മത്തേജ് കാസ്പർ. UN റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം? ഉത്തരം ഇന്ത്യ. UN റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ? ഉത്തരം 142.86 കോടി. 1961 ശേഷം ആദ്യമായി ജനസംഖ്യ കുറഞ്ഞ രാജ്യം? ഉത്തരം ചൈന. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏത് ഏജൻസിയുടെ നേതൃത്വത്തിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്? ഉത്തരം UNDP. UNDPയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. UNOയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2028 ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ആവുന്നത്? ഉത്തരം ഡൽഹി. ഇന്ത്യയിലെ 2011 സെൻസസിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു? ഉത്തരം അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. ഡെമോഗ്രാഫി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്ന്? ഉത്തരം ഗ്രീക്ക്. സെൻസസ് ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ഉത്തരം യൂണിയൻ ലിസ്റ്റ്. NPRൻ്റെ പൂർണ്ണരൂപം
എന്താ? ഉത്തരം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഏത് കുട്ടിയുടെ ജനനത്തോടെയാണ് ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയിലെത്തിയത്? ഉത്തരം ആസ്ത. ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം കാനേഷുമാരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം? ഉത്തരം സിക്കിം. സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 246. സെൻസസ് കണക്കെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം എന്യൂമറേറ്റർ. കാനേഷുമാരി എന്ന പദം ഏത് ഭാഷയുടെ സംഭാവനയാണ്? ഉത്തരം പേർഷ്യൻ. എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്? ഉത്തരം 10. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല? ഉത്തരം മലപ്പുറം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല? ഉത്തരം വയനാട്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ആര്? ഉത്തരം മേയോ പ്രഭു.